അഡ്വക്കേറ്റ് ബലദേവ്, പോര് തുടരുക തന്നെയാണ്. ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം അൻവർ പോരാളിയല്ല, കോമാളിയാണ് എന്നാണ്. സ്വാഭാവികമായും ഇങ്ങനെയൊരു കോമാളിയാണ് ഇത്രയും നാളും ചുമന്നുകൊണ്ട് നടന്നത് എന്ന ചോദ്യവും അവിടെ ഉയർന്നു വരില്ലേ അഡ്വക്കേറ്റ് ബലദേവ്? പുലർകാലത്ത് അമ്പലക്കുളത്തിൽ കുളിച്ചൊരു കസവ് വസ്ത്രവും ധരിച്ച് നെറ്റിയിൽ കളപ്പക്കൂട്ടും സീമന്തരകയിൽ സിന്ദൂരം ഒക്കെ ഇട്ടുകൊണ്ട് അഭിസാരിക ഒരു സ്ത്രീ നാൽക്കവലയിൽ വന്നതുകൊണ്ട് ചാരിത്ര പ്രസംഗം നടന്ന പോലെയാണ് PV അൻവർ എന്ന് പറയുന്ന ഭസ്മാസുരന്റെ പ്രസംഗം. അവതാരകൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇതിനെ ഇടതുപക്ഷം ചുമക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും, CPI മാത്രമല്ല, ഘടകകക്ഷികളും CPM-ൽ തന്നെ കുറച്ചുപേരും പറഞ്ഞിട്ടുണ്ട് ഇതിനെ ചുമക്കാൻ പാടില്ല, ഇതിന് ഒരുപാട് കുഴപ്പങ്ങളുള്ളതാണ്. പല അഴിമതികളും CPM-ന്റെ ജില്ലാ കമ്മിറ്റി തന്നെ പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെതായിട്ട് കാണിച്ചിട്ടുണ്ട്. തടയാന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളില് ഇദ്ദേഹത്തിന്റെ അമ്യൂസ്മെന്റ് പാർക്ക് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാടായിട്ട് വസ്തു സമ്പാദിച്ചത്, ഇങ്ങനെയുള്ള നിരവധി കേസുകൾ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ പാർട്ടിയുടെ മുന്നണി അല്ലെങ്കിൽ പാർട്ടിയുടെ മുന്നണിയായിട്ട് ഒന്നുകൊണ്ട് ജയിച്ച ഒരു MLA ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നത് പോലെ കഴിച്ചിട്ടടക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഈ സാഹചര്യം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്, ആരെയാണ് അദ്ദേഹം ഉന്നം വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചർച്ചയിൽ ഒരു പ്രധാനമായിട്ടൊരു ടാർഗറ്റ് ഉണ്ട്. ഇത് തുടങ്ങി വെച്ചോടെ തന്നെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും പാർട്ടി അന്വേഷിക്കാനോ ഗവൺമെന്റ് അന്വേഷിക്കാനോ തീരുമാനിച്ചു. ADGP മാറ്റിയില്ല എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇതെല്ലാമായി. അപ്പൊ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടും വീണ്ടും പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ മുന്നണിക്കെതിരെ ഒരു പോർമുഖമായിട്ട് വന്നതിന്റെ പിന്നിൽ ശക്തമായ ഒരു ഗൂഢാലോചനയുണ്ട്. അതിലുപരിയായിട്ട് ഇത് ആദ്യം മുതലുള്ള ചർച്ചകളിൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്വർണ്ണക്കടത്ത് ലോബിയുമായിട്ട് ഇദ്ദേഹത്തിന് വളരെ വലിയ ബന്ധമുണ്ട്. അതിനൊരു തെളിവ് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഈ സ്വർണം കൊണ്ടുവന്നു രണ്ടുപേരെ കൊണ്ടുവന്ന് ഇദ്ദേഹം ചാനലിൽ എത്തില്ല, നിങ്ങൾ എല്ലാവരും അത് വിട്ടു, എല്ലാ ചാനലിലും എത്തി. ആരാ അവർ രണ്ടുപേര് ദുബായിൽ നിന്ന് മാസം തോറും സ്വർണം കടത്തുന്ന അങ്ങേയറ്റത്തെ കള്ളക്കടത്തുകാരാണ്. ശരി, ആ കള്ളക്കടത്തുകാരെ രണ്ടുപേരെ കൊണ്ടുവന്ന് ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ആര് വിശ്വസിക്കും? സാമാന്യ ഒരു സമൂഹം അത് വിശ്വസിക്കുന്നതാണോ? എന്താണ് ഇദ്ദേഹത്തിന് ഈ കള്ളക്കടത്തുകാരുമായിട്ടുള്ള ബന്ധം? ഞാനോ അഭിലാഷോ ചെന്നാൽ ഈ കള്ളക്കടത്തായിരുന്നല്ലോ പറയും. ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീകുമാറോ നീലാണ്ടനോ ആരെങ്കിലും ചെന്നാൽ ഈ കള്ളക്കടത്തുകാർ ഒരു അക്ഷരം മിണ്ടില്ല. അവർക്ക് അതിന്റെ ദോഷം അറിയാം. അപ്പോൾ ഇത് കള്ളക്കടത്തുകാർ തമ്മിലുള്ള ഒരു സംഘർഷം, അതിനെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് നിന്നില്ല. അതാണ് പ്രശ്നം. ശരി, ഈ കള്ളക്കടത്തുകാരെ സംരക്ഷിക്കാനോ PV അൻവറിന്റെ ഗ്രൂപ്പിനെ സംരക്ഷിക്കാനോ ഗവൺമെന്റോ പോലീസോ നിന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ശരി ശരി, ഞാൻ താങ്കളിലേക്ക് വരുമ്പോൾ താങ്കൾ ഇത് പ്രശ്നമായി പറയുമ്പോൾ താങ്കൾ തുടങ്ങിയതിനോട് തന്നെ എനിക്ക് വിയോജിപ്പുണ്ട്, താങ്കളുടെ ആ ഉദാഹരണത്തോട്. കാരണം അത് ഒരു കാലഘട്ടത്തിന് നിരക്കുന്ന ഉദാഹരണമാണോ എന്നുള്ളതാണ്. താങ്കളെപ്പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനും ചേരാത്ത ഉപമയായിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. അത് നമ്മുടെ വിഷയമല്ല. എങ്കിൽ പോലും താങ്കൾ ഈ സൂചിപ്പിക്കുന്നത് പോലെയുള്ള പുഴുക്കുത്തുകൾ നേരിടുന്ന ഒരാളാണ് PV അൻവറെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ നടപടിയെടുക്കാൻ പറ്റാതിരുന്ന എന്ത് ഗതികേടാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്നതാണല്ലോ പ്രസക്തം. നടപടിയെടുക്കാൻ പാർട്ടി സെക്രട്ടറിയും മന്ത്രിയും എല്ലാം പറഞ്ഞല്ലോ. എന്താ അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ മുന്നണിയോ പാർട്ടിയായിട്ടോ യാതൊരു വിധമായ ബന്ധവുമില്ല. മുന്നണിയുടെ ഒരു MLA മാത്രമാണ്. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യാനൊന്നും ആർക്കും പറ്റില്ല, കാരണം പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. അല്ല, പിന്നെ എന്തിനാണ് കഴിഞ്ഞ ദിവസം ME ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി ഞങ്ങൾക്കിനി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു വെച്ചത്? ഇത് പറയാമല്ലോ, അത്രേ പറയാൻ പറ്റൂ. അൻവറുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്നേ പറയാൻ പറ്റൂ. അല്ലാതെ ഒരിക്കലും അൻവറിനെ MLA സ്ഥാനത്ത് മാറ്റാൻ അധികാരമില്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റത്തില്ല. കാര്യം അദ്ദേഹം പാർട്ടിക്കാരനല്ല. ഇടതുപക്ഷ മുന്നണിയിലുള്ള ഒരു ഘടകകക്ഷിയിലെ അംഗവുമല്ല, ഒരു മെമ്പർഷിപ്പും ഇല്ല. അദ്ദേഹം ഒരു ഇൻഡിപെൻഡന്റ് MLA ആണ്. ആ ഇൻഡിപെൻഡന്റ് MLA എന്നുള്ള നിലയിൽ മുന്നണിക്കോ ഗവൺമെന്റിനോ യാതൊരു വിധമായ നടപടിയും അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. തീർച്ചയായും അതിലൊന്നും ആർക്കും വിയോജിപ്പുണ്ടാകില്ല അഡ്വക്കേറ്റ് ബലദേവ്. പക്ഷേ ഇന്നലെയാണ് ME ഗോവിന്ദനെ പോലെ ഒരാൾക്ക് വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നത്. അത് എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ സാധാരണ പാർട്ടിയുടെ ഒരു സമീപനം അതാണ്. ഇതിനു മുമ്പ് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ പാർട്ടിയോട് ഇടഞ്ഞ് നേതാക്കൾ പോകുന്നത്, അല്ലെങ്കിൽ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർ സഹയാത്രികരൊക്കെ പടിയിറങ്ങുന്നത്. എത്രയോ പ്രമുഖർ അങ്ങനെ പടിയിറങ്ങിയിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ. അല്ലെ, നമുക്ക് എന്തെങ്കിലും മാരകമായ ഒരു അസുഖം വരുമ്പോൾ ആദ്യം നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് കളയല്ലോ. ആദ്യം നമ്മൾ അതിനൊന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ തോന്നും. അതാണ്, അത് തന്നെയാണ് അഡ്വക്കേറ്റ് ബലദേവ്. ഇങ്ങനെ ഒരു അസുഖത്തെ എന്തിന് ചുമന്നു എന്നുള്ളതാണ്.
അതാണ് നമ്മളത് ചികിത്സിച്ച് ഭേദമാക്കാൻ നോക്കും. പാർട്ടി ആദ്യം വാണിംഗ് കൊടുത്തല്ലോ, ഇനി നിങ്ങൾ പരസ്യമായി പ്രസ്താവനകൾ പറയരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പാർട്ടിക്ക് എഴുതി തരണം എന്ന്. അതിനുശേഷവും അദ്ദേഹം വീണ്ടും പ്രസ്താവനയായിട്ട് വന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു നടപടി എടുക്കാനായിട്ട്. നടപടി എന്തുവാ? മുന്നണിയുമായിട്ട് ബന്ധമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഒരു നടപടിയും പി വി അൻവറിനെതിരെ എടുക്കാൻ ഇടതുപക്ഷ മുന്നണിക്കോ ഗവൺമെന്റിനെ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. തുടക്കത്തിൽ പരമാവധി അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. ആ ഉൾക്കൊള്ളാൻ ശ്രമിച്ചപ്പോഴൊക്കെ വീണ്ടും അദ്ദേഹം പാർട്ടിക്കെതിരെ മുന്നണിക്കെതിരെ ശക്തമായിട്ട് നിന്നപ്പോൾ പാർട്ടി ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നു. അത് തന്നെയാണ് പാർട്ടി ചെയ്തത്. പാർട്ടിയുടെ ഒരു MLA പാർട്ടിയുടെ ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു ഘടകകക്ഷിയാണെങ്കിൽ, ഇപ്പൊ ഞാനും ഒരു ഘടകകക്ഷിയെ പ്രതിനിധീകരിക്കുന്ന ആളാണ്, പ്രശ്നമുണ്ടായാൽ ഞങ്ങളെ ഘടകകക്ഷിയെ മുന്നണിയിൽ നിന്ന് പുറത്താക്കാം. പക്ഷെ ഇത് അങ്ങനെ പറ്റില്ല. ഇത് ഘടകകക്ഷിയുമല്ല, ഒന്നുമല്ലാത്തൊരു സ്വതന്ത്ര MLA 2 ടേണായിട്ട് ഞങ്ങളുടെ കൂടെ ഒന്ന് ജയിക്കുന്നു, ഇടതുപക്ഷത്തിന്റെ ഭാരം ജയിക്കുന്നു. നേരത്തെ പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, അതിന്റെ ഇടതുപക്ഷത്തിൽ വന്നു 2 ടേൺ ജയിച്ചു. ആ തെറ്റ് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ആ തെറ്റ് പറഞ്ഞല്ലോ ശ്രീ ഗോവിന്ദ മാഷ്, എല്ലാവരും പറഞ്ഞല്ലോ, ഇടതുപക്ഷം ബിനോയ് വിശ്വം ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞല്ലോ, ആ തെറ്റ് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ആ തെറ്റ് നേരത്തെ CPI ആദ്യം വന്ന് ചൂണ്ടിക്കാണിച്ചാണ്. ഇദ്ദേഹത്തിന് മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് CPI ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പൊ അത് അന്ന് ശരിക്കും മുന്നണിയുടെ ഒരു MLA ആയതുകൊണ്ട് പരമാവധി ഉൾക്കൊണ്ടുപോകാൻ മുന്നണി ശ്രമിച്ചു. തീർത്തും പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മുന്നണി ബന്ധം ഉപേക്ഷിക്കാൻ കഴിഞ്ഞു. അതാണ് ഞാൻ താങ്കളിലേക്ക് വരാം.